Okay, welcome to Law Simmers Law School. We can discuss one more problem today. നമ്മുടെ ലേബർ ലോയ്ക്കകത്തെ ഒരു പ്രോബ്ലമാണ് 2024 എന്താ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള പ്രോബ്ലം. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. മിസ്റ്റർ ജോസഫ്, എ ഫിറ്റർ ഇൻ ചിദംബരം traders had to frequently go to cooling plant as well as heating plant for completing his work. He fell down in the cooling plant during his work and was hospitalized where high fever was diagnosed and died after 3 days. His widow claims compensation from the employer under the Employees Compensation Act. Discuss. അപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്താ എസെൻഷ്യലി വി വിൽ എന്താ പ്രൈസ് ഔട്ട് ദ ഫാക്ട്സ്. ഇതിനകത്തൊന്ന് ഞാൻ ഈ പ്രോബ്ലം ഒന്നുകൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഒന്നുകൂടെ വായിക്കുന്നില്ല, നിങ്ങളിത് നോക്കിയാൽ മതി. എന്താണ് ജോസഫ് എന്താ ചിദംബരം ട്രേഡേഴ്സിലെ ഒരു ഫിറ്ററായിട്ട് എംപ്ലോയ് ചെയ്യപ്പെടുകയായിരുന്നു. And he was required to work in both cooling plant as well as in heating plant as a part of his duties. During the course of work, he fell down in the cooling plant. And third fact, he was hospitalized where he developed high fever and died after 3 days. His widow claims compensation under Employees Compensation Act 1923 and employer conducts the liability. അപ്പോൾ ഇതാണ് ഫാക്ട് പ്രോബ്ലത്തിൽ നിന്ന് വളരെ എവിഡൻ്റ് ആണ്. എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ആണ് എന്താണ് ഡിറ്റർമിനിങ് സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെദർ the death of Miss Joseph arose out of and in course of employment. That is the first issue. Then, whether the fever following the fall is sufficiently connected to the accident to attract compensation liability. Then, the third issue is whether the widow as a dependent is entitled to compensation under the Employees Compensation Act 1923. And the fourth issue, whether such a claim is supported by constitutional provisions on labor welfare as well as social justice. അപ്പോൾ ഈ 4 ഇഷ്യൂസ് വന്നു ഈ ഫാക്ടിനകത്ത് വന്നു. അപ്പോൾ നമുക്ക് റിലവൻറ്റ് ലീഗൽ പ്രിൻസിപ്പിൾസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റെലവൻറ്റ് ലീഗൽ പ്രിൻസിപ്പിൾസ്? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, if we are not confident about the legal principles, it is better to not mention the legal principle. അപ്പോൾ അത് നമ്മൾ നൈസായിട്ട് നമ്മുടെ ലീഗൽ അനാലിസിസിലും ഡിസിഷനിലും ഒക്കെ ജസ്റ്റ് വേഗമായിട്ടൊന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് നന്നായിട്ട് അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്കോറിംഗ് ഏരിയയാണ് ഈ ലീഗൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923, അതിലെ സെക്ഷൻ 3, employer is liable to pay compensation if the personal injury is caused to an employee by the accident arising, it's important is arising out of and in the course of employment. But arising out of and in the course of employment എന്ന് പറയുന്നത് സെക്ഷൻ 3-ക്കകത്താണ്. എംപ്ലോയ്മെന്റ് കോമ്പൻസേഷൻ ആക്ട് സെക്ഷൻ 3-ക്കകത്താണ്. അപ്പോൾ ആ 2 സംഭവങ്ങൾ എന്താണ് arising out of as well as in the course of employment എന്നുള്ളത് നമുക്ക് എംഫസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. അതേപോലെ ഇവിടെ എനിക്ക് എപ്പോഴും വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് എന്താ ലീഗൽ മാക്സിം ബേസ് ചെയ്ത് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ ചെയ്യാന്നുള്ളത്. arising out of employment, there is a causal connection between employment and injury. That is, the legal maxim involved is causa proxima non remota spectator. കോസ പ്രോക്സിമ നോൺ റിമോട്ട സ്പെക്ടേറ്റർ എന്ന് പറയുന്ന
എന്താണ് കാഷ്വൽ കണക്ഷൻ ബിറ്റ്വീൻ എംപ്ലോയ്മെന്റ് ആൻഡ് ഇഞ്ചുറി. എന്താണ് ഒരു വളരെ റിമോട്ടായിട്ടുള്ള അല്ല, വളരെ അടുത്തുള്ള ഒരു ഒരു കോഴ്സാണ് അവിടെ വന്നിരിക്കുന്നത്. ദെൻ ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്, ഇഞ്ചുറി ഈസ് ഡ്യൂറിങ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വിത്തിൻ ദ സ്കോപ്പ്. ഇനി അപ്പൊ ആദ്യം ഏതായിരുന്നു? സെക്ഷൻ 3 പറഞ്ഞു. പിന്നെ doctrine of notional extension, that is employment is not confined to the exact place of duty, but notional extension എന്ന് പറയുന്നത് എന്താണ്? but extend to the activities connected with the employment. അതാണ് നോഷണൽ doctrine of notional extension എന്ന് പറയുന്നത്. then നെക്സ്റ്റ് എന്തായിരുന്നു? ഈ എംപ്ലോയ്മെന്റ് കോമ്പൻസേഷൻ ആക്ടിലെ സെക്ഷൻ 4 എന്ന് പറയുന്നത് ഏതാണ്? കോമ്പൻസേഷൻ പേയബിൾ, that is based on wages as well as age of the deceased. അവരുടെ വേജ് അനുസരിച്ചും അതേപോലെ ഏജ് അനുസരിച്ചും എന്താണ് കോമ്പൻസേഷന്റെ പേയ്മെന്റ് വ്യത്യാസം വരും. ഇനി ഡിഫൻസസ് അണ്ടർ സെക്ഷൻ 3 എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയർ ഈസ് നോട്ട് ലയബിൾ ഇഫ് ദ ഇഞ്ചുറി ഡ്യൂ ടു ദ ഇൻടോക്സിക്കേഷൻ, willful disobedience, or if the disablement ഈസ് ലെസ് ദാൻ 3 days. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫൻസ് എംപ്ലോയർക്ക് കിട്ടും. ദെൻ ഇതിനകത്ത് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ആർട്ടിക്കിൾ 21, 14, 38, 39E, 41, 42, 43A. ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ലീഗൽ പ്രിൻസിപ്പിൾ, ഈ പ്രോബ്ലം ഒരു ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 21 നമുക്കറിയാം. 21നകത്ത് ഏതാണ്? റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലിവ്ലിഹുഡ് ആസ് വെൽ ആസ് ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്ന അത് ഏതിനകത്തുനിന്ന് ഏത് കേസിനകത്തുനിന്ന് ഇവോൾവ് ചെയ്താണ്? ബന്ധുവ മുക്തി മോർച്ച വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ നിന്ന് ഇവോൾവ് ചെയ്ത റൈറ്റ് ടു ലൈഫിന്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ ഈ പ്രോബ്ലത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 14 അവിടെ ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല. ഈ ലേബർ ലോയിലെ ആർട്ടിക്കിൾ 14 എങ്ങനെയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് എൻഷുവേഴ്സ് സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി ബൈ സ്പെഷ്യൽ ലെജിസ്ലേഷൻ. ദെൻ അടുത്ത ലീഗൽ പ്രിൻസിപ്പിൾ ഏതാണ്? 38 പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. Then 39E promotion of workers' health. Then 41 public assistance in sickness and disablement. Then 42 ഇതെല്ലാം DPSP ആണ്. Then just and humane condition of work. Then 43A എന്താണ്? വർക്കർ പാർട്ടിസിപ്പേഷൻ ഇൻ വെൽഫെയർ ആൻഡ് മാനേജ്മെന്റ്. ഇവിടെ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എംപ്ലോയി അദ്ദേഹത്തിന്റെ വർക്കിംഗ് ടൈമിലെ കൂളിംഗ് പ്ലാന്റും എന്താണ് ഹീറ്റിംഗ് പ്ലാന്റിലും റെഗുലറായിട്ട് പോയിട്ട് വന്നതുകൊണ്ട് അവിടെ അതിൽ ആ വർക്കിംഗ് ടൈമില് അദ്ദേഹം വീണ് 3 ദിവസത്തോളം ഇത് ഹോസ്പിറ്റലൈസ്ഡ് ആയി അദ്ദേഹം മരിച്ചു. അതാണ് അപ്പം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഒരു കോമ്പൻസേഷൻ കേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം. 2024 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ, ദെൻ നമ്മൾ ഫാക്ട് ഇഷ്യൂസ് കഴിഞ്ഞു, ലീഗൽ പ്രിൻസിപ്പിൾ കഴിഞ്ഞു. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനകത്ത് ലീഗൽ പ്രിൻസിപ്പിളിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി പ്രിൻസിപ്പിൾ നോക്കി, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ നോക്കി. ദെൻ നമ്മൾ ഇനി ലീഗൽ അനാലിസിസിലേക്ക് നോക്കാം. എന്താണ് ലീഗൽ അനാലിസിസ് വരുന്നത്? മിസ് ജോസഫ് അദ്ദേഹത്തിന്റെ ജോസഫ് എന്ന് പറഞ്ഞ എംപ്ലോയറുടെ ഹീറ്റിംഗ് പ്ലാനിലേക്കുള്ള വീഴ്ച എന്ന് പറയുന്നത് ദാറ്റ് വാസ് വിതിൻ ദ വർക്ക് പ്ലേസ് വൈൽ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടീസ്. ആൻഡ് ആ ഒരു സംഭവം തന്നെ എന്താണ്, ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമായിരുന്നു. അപ്പം അതിന് ബലം കൊടുക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു. സോ എന്താണ്, ആക്സിഡന്റ് നടന്നത് എപ്പോഴാണ്? വർക്ക് പ്ലേസിലാണ്, ഡ്യൂറിങ് ഹിസ് ഡിസ്ചാർജിങ് ഓഫ് ഹിസ് ഡ്യൂട്ടി ആയിരുന്നു. ദെൻ
സെക്കൻഡ് തിങ് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. Subsequent fever and death arose as a direct and proximate consequence out of the accident. ഈ ആക്സിഡന്റിന്റെ കോൺസിക്വൻസിൽ നിന്ന് എറൈസ് ചെയ്തതാണ്. സോ ദ ചെയിൻ ഓഫ് കോസേഷൻ വാസ് നോട്ട് ബ്രോക്കൺ. അതിങ്ങനെ എന്താണ് അതിന്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആണ്. 3 ദിവസത്തിനകത്ത് മരിച്ചു. ദെൻ എന്താണ് ഹെൻസ് ഇറ്റ് എറോസ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ്. അങ്ങനെ ഒരു അനാലിസിസ് വരാം. പിന്നെ എന്താണ് വിഡോ ക്വാളിഫൈസ് ആസ് എ ഡി. ഇപ്പം ഈ സെക്ഷൻ 2(1)(d)ക്കകത്ത് ആരൊക്കെയാണ് ഹയേഴ്സ് എന്ന് പറയുന്നത്. വിഡോ ക്വാളിഫൈസ് ആസ് എ ഡിപ്പെൻഡന്റ് അണ്ടർ 2(1)(d) entitling her to the compensation. Then employer's defense are not acceptable and no evidence of intoxication, willful disobedience അല്ലെന്നുണ്ടെങ്കിൽ നെഗ്ലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എംപ്ലോയറുടെ ഡിഫൻസ് പ്രൂവ് ചെയ്യത്തക്ക സാധനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ തന്നെ ആർട്ടിക്കിൾ 21, 38, 39, 41, 42 ഇതൊക്കെ തന്നെ ഇതിന്റെ അനലൈസ് ചെയ്യുമ്പോൾ എന്താ ഇത് റൈസിങ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്, ഡയറക്റ്റ് കോൺസിക്വൻസ് ഉള്ളതാണ്. അപ്പം ഇതിന് കോമ്പൻസേഷന് ലയബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ആർഗ്യുമെന്റ്സ്. ക്ലെയിമന്റിന്റെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഡിഫൻസ് ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? ആക്സിഡന്റ് വാസ് ഡ്യൂറിംഗ് ഡ്യൂട്ടി അവേഴ്സ്, ദാറ്റ് ഈസ് അറൈസിംഗ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ഡെത്ത് ഈസ് കാഷ്വലി ലിങ്ക്ഡ് ടു ദ ആക്സിഡന്റ്, അവിടെ അറൈസിംഗ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ്. Constitutional duty of employer is to ensure dignity, safety and compensation. അത് എംപ്ലോയർക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ്. അപ്പം മക്കൻസി ആൻഡ് കമ്പനി വേഴ്സസ് ഇബ്രാഹിം ഇസാഖ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻ റിക്വയർസ് ലിബറൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ ഫേവർ ഓഫ് ലേബർ. ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേഷൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അത് റിക്വയർ ചെയ്യുന്നത്? ലിബറൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ ഫേവർ ഓഫ് ലേബർ ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർ ദ എംപ്ലോയർ എന്താ അയാളുടെ ഡിഫൻസ് എന്തൊക്കെയാണ്? ഡെത്ത് വാസ് ഡ്യൂ ടു ഫീവർ അല്ലെ, നാച്ചുറലി അത് പറയും. ഡെത്ത് വാസ് ഡ്യൂ ടു ഫീവർ വിച്ച് മേ നോട്ട് ഡയറക്ട്ലി അറൈസ് ഫ്രം ദ ഫോൾ. പിന്നെ പറയാൻ പറ്റുന്ന എംപ്ലോയറുടെ ഒരു ഡിഫൻസ് ആണ് പോസിബിലിറ്റി ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് മെഡിക്കൽ കോഴ്സ് ബ്രേക്സ് കാഷ്വൽ ചേഞ്ച്. ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് ഇദ്ദേഹം ഫീവർ കൊണ്ടാണ്, മരണവും ഫീവറും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഇല്ല, വീഴ്ചയും ഫീവറും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. അപ്പം ഒരു കാഷ്വൽ ബ്രേക്ക് അവിടെ വന്നു എന്നൊക്കെ ഉള്ള ഒരു എന്താണ് ജസ്റ്റ് ഒരു ആർഗ്യുമെന്റ്സ് ഡിഫൻസ് ആയിട്ട് കൊണ്ടുവരാം. ഇനി ആബ്സെൻസ് ഓഫ് മെഡിക്കൽ പ്രൂഫ് മേ വീക്കൻ ക്ലെയിമൻസ് കേസ്. ആബ്സെന്റ്, അത് മെഡിക്കൽ പ്രൂഫ് ഒന്നും ഇല്ല, പക്ഷെ അങ്ങനെയല്ല, മെഡിക്കൽ പ്രൂഫ് ഇവിടെ ഉണ്ട്. എംപ്ലോയർ പറയുകയാണ്. ദെൻ എംപ്ലോയർ മേ ഓൾസോ ഇൻവോക്ക് എന്താണ് ന്യൂ ഇന്റർവീനിങ് കോസ്, ഒരു പുതിയ ഇന്റർവീനിങ്, അതായത് നോവസ് ആക്ടസ് ഇന്റർവെനീസ്. നോവസ് ആക്ട് അതായത് എന്താണ് ഫീവർ എന്ന് പറയുന്ന സാധനം അവിടെ വന്നു, അതൊരു പുതിയ സാധനമാണ്, അങ്ങനെയാണ് അയാൾ മരിച്ചത്. എംപ്ലോയ്മെന്റ് എന്താണ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഉള്ള ആക്സിഡന്റോടെ അല്ല അയാൾ മരിച്ചത്, ഒരു പുതിയ ഇന്റർവീനിങ് കോഴ്സ് ഉണ്ടായിരുന്നു എന്ന്, ഫീവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ആർഗ്യുമെന്റ് കൊടുക്കും. അപ്പോ എന്താണ് രണ്ടുപേരുടെ ആർഗ്യുമെന്റ് കഴിഞ്ഞു. ഇനിയും ലീഗൽ അനാലിസിസ് നമ്മൾ ചെയ്തു. അപ്പം നമ്മൾ അടുത്തത് എന്താണ്? ഡിസിഷനിലേക്ക് പോകാം. എങ്ങനെയാണ്? അപ്ലൈങ് ദ പ്രിൻസിപ്പിൾ ഓഫ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ആസ് വെൽ ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ശരിക്കും ഇതിനകത്ത് നമ്മൾ വളരെ വ്യക്തമാണല്ലോ. ദ ഫോൾ വാസ് ആൻ ആക്സിഡന്റ് ഡ്യൂറിംഗ് എംപ്ലോയ്മെന്റ് ലീഡിംഗ് ടു ഹോസ്പിറ്റലൈസേഷൻ. ദെൻ ഫീവർ ആൻഡ് ഡെത്ത് ഫോളോ ഡയറക്ട്ലി അല്ലെ, ന്യൂ ഇന്റർവീനിങ് കോസ് ഒന്നും അല്ല അവിടെ. So without any independent intervening cause, then by the principle of causa proxima, that is the proximate cause of death was the accident during employment. Okay, the causa proxima അതായത് ഏറ്റവും അടുത്തുള്ള ഡെത്തിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ദ ആക്സിഡന്റ് ഡ്യൂറിംഗ് ദ എംപ്ലോയ്മെന്റ്. അതും
ജുഡീഷ്യൽ ഡിസിഷനകത്ത് റീസെന്റ് ഡിസിഷനകത്ത് പറയുന്നുണ്ട്. ദെൻ അടുത്ത എന്താ, എംപ്ലോയീസ് സ്റ്റാറ്റ്യൂട്ടറി ഡിഫൻസ് ഓഫ് അൺഅവൈലബിൾ അല്ലെ, സ്റ്റാറ്റ്യൂട്ടറി ഡിഫൻസ് ഒന്നും തന്നെ അയാൾക്ക് കിട്ടുന്നില്ല. ദെൻ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ഇൻവോക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾ 21, 38, 39E, then 42. All these reinforce the right of workers and എന്താണ് their dependents to protection as well as social security അല്ലേ. അപ്പം അതും സോ എന്താ പറയുന്നത് എന്താണ്, hence the employer is liable to pay compensation under section 4 of the Employees Compensation Act 1920. അപ്പോൾ വളരെ എന്താണ് റീസെന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനും അതിനകത്ത് വന്നു. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് സപ്പോർട്ടിങ് കേസ് ലോസും കൂടെ പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മക്കൻസി ആൻഡ് കമ്പനി വേഴ്സസ് ഇബ്രാഹിം ഇസാഖ് 1969 ആ ജഡ്ജ്മെന്റിനകത്ത് എന്താണ് പറയുന്നത്, ആക്സിഡന്റ് അറൈസസ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഇഫ് വർക്ക് ക്രിയേറ്റഡ് എക്സ്പോഷർ ടു ദ റിസ്ക് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയാം. ദെൻ സൗരാഷ്ട്ര സാൾട്ട് മാനുഫാക്ചറിംഗ് കമ്പനി വേഴ്സസ് ബായ്വാലു രാജ എന്താ പറയുന്നത്, എംപ്ലോയ്മെന്റ് നെക്സസ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്. ഇവിടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, ലിബറൽ ഇന്റർപ്രിട്ടേഷൻ ഫേവേർഡ്, എംപ്ലോയർക്ക് ലിബറൽ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കണം ഫേവർ ചെയ്തു കൊടുക്കേണ്ടത്. സോറി, അതും രണ്ടാമത്തെ കേസിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. ഇനി ജ്യോതി അഡമ്മ വേഴ്സസ് പ്ലാന്റ് എഞ്ചിനീയർ നെല്ലൂർ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, 2006 കേസാണ്. ഈവൻ നാച്ചുറൽ കോൺസിക്വൻസ് ലൈക്ക് ഇൽനെസ് ഫോളോയിങ് സ്ട്രെയിൻ ആർ കോമ്പൻസബിൾ. അപ്പോൾ ഈ നാച്ചുറൽ കോൺസിക്വൻസ് ആണ് ഒരു സ്ട്രെയിൻ ഫോളോ ചെയ്ത് ഒരു ആക്സിഡന്റ്, ഒരു അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, അതിന് ഫോളോ ചെയ്തായിട്ടുള്ള ഒരു ഇൽനെസ് ആണ് അതിന്റെ കോൺസിക്വൻസ് എങ്കിൽ, അതൊരു നാച്ചുറൽ കോൺസിക്വൻസ് ആണെങ്കിൽ പോലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇനി ഫോർത്ത് കേസ് ഈസ് ഫ്രാൻസിസ് ഡിക്കോസ്റ്റ വേഴ്സസ് റീജിയണൽ ഡയറക്ടർ. എന്താണ്, നീഡ് ഫോർ കാഷ്വൽ കണക്ഷൻ ഈസ് എംഫസിസ്. ദെൻ ബന്ധുവ മുക്തി മോർച്ച വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്താണ്, റൈറ്റ് ടു ലിവ്ലിഹുഡ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഈസ് എ പാർട്ട് ഓഫ് ആർട്ടിക്കിൾ 21. അപ്പൊ ഇത്രയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, സെക്ഷൻ 3, സെക്ഷൻ 2, സെക്ഷൻ 4 എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ടിലെ ഇതെല്ലാം തന്നെ, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് കിട്ടുന്ന ഏതൊക്കെയാണ്, 21, അതുപോലെ DPSPയിലെ കാര്യങ്ങള്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള വിഷൻ ഒക്കെ തന്നെ ഈ ഡിസിഷനിലെ ഈ കേസിലെ ഡിസിഷനിൽ ഇഫക്റ്റീവ് ആണ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് കാണുക, പഠിക്കുക. അതേപോലെ തന്നെ ലോസിമസ് ലോ സ്കൂള് നിങ്ങൾക്ക് കഴിയുന്ന അത്രയും, നമ്മുടെ ചുരുക്കമായ സമയമുള്ളൂ, കഴിയുന്ന തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും എല്ലാ കൺസെപ്റ്റും എല്ലാ എസ്സേസും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക. ഓക്കെ, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ്. ഓക്കെ, താങ്ക് യു.